എപ്പോ വീട്ടിലേക്ക് ചെന്നാലും അസ്സലാമു അലൈക്കും വീട്ടുകാരോട് പറയും. നബിതങ്ങൾക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബി എന്റെ വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യമാണ്, ഞാൻ എന്ത് ചെയ്യണം? നബിതങ്ങൾ പറഞ്ഞു, നീ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരോട് അസ്സലാമു അലൈക്കും പറയണം, വലത് കാല് വെച്ച് കയറണം, എന്നിട്ട് കയറിയാൽ ഉടനെ തന്നെ വേഗം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. ഏതാ സൂറത്തുൽ ഇഖ്ലാസ്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് ചെയ്താൽ നിന്റെ ദാരിദ്ര്യം മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായിൽപ്പെട്ട ഒരു വ്യക്തി വന്നിട്ട് ദാരിദ്ര്യം വന്ന് പറഞ്ഞതാ, എപ്പോഴും ബുദ്ധിമുട്ടാ, പ്രയാസമാണ്, കടമാണ്, സാമ്പത്തിക ഞെരുക്കമാണ്, പട്ടിണിയാണ്. നബി പറഞ്ഞു, ഇത് ചെയ്തോളാൻ പറഞ്ഞു. ഹദീസിൽ കാണാം, കുറഞ്ഞ കാലം അങ്ങോട്ട് പോയതേ ഉള്ളൂ, ഫഅഫാള അലൈഹിൽ മാലു, സമ്പത്ത് വന്ന് അദ്ദേഹത്തിലേക്ക് കുമിഞ്ഞുകൂടാൻ തുടങ്ങി, ഒഴുകാൻ തുടങ്ങി. എന്താ ചെയ്തത്? എപ്പോ വീട്ടിലേക്ക് ചെന്നാലും അസ്സലാമു അലൈക്കും പറയാം, എന്നിട്ട് വലത് കാല് വെച്ച് വീട്ടിനുള്ളിൽ കയറണം. കയറിയാൽ ഉടനെ സംസാരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് വേഗം എന്തോതണം? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്.